നമസ്കാരം, ഞാൻ ഭാരതം. 24/12/2023 ആദ്യമായി ഇന്ത്യ ഓസ്ട്രേലിയയെ ടെസ്റ്റ് ക്രിക്കറ്റിൽ പരാജയപ്പെടുത്തി. അയ്യോ, ഇതെന്താ ഈ പൊട്ടത്തരം ഇയാൾ പറയുന്നത്? എത്രയോ കളികളിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ കേൾക്കുന്നവർക്ക് പലർക്കും തോന്നിയേക്കാം. പക്ഷേ ഞാൻ പറഞ്ഞ സത്യമാണ്. വനിതാ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ ആദ്യമായി പരാജയപ്പെടുത്തി. 1974 തൊട്ടുള്ള ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രം പരിശോധിച്ചാൽ 73 തൊട്ടുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇതുവരെ, ഇതിനു മുമ്പത്തെ കൊല്ലങ്ങളിലൊന്നും, ഇതുവരെ ഇനിയും പറയാൻ പറ്റത്തില്ല, ഇതിനു മുമ്പത്തെ കൊല്ലത്തിലൊന്നും ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഈ കഴിഞ്ഞ 24-ാം തീയതി അത് സംഭവിച്ചു. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇന്ത്യ 8 വിക്കറ്റിന് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യയുടെ വിജയ ലക്ഷ്യം രണ്ടാം ഇന്നിങ്സിൽ വെറും 75 റൺസ് മാത്രമായിരുന്നു. ഇന്ത്യയുടെ നായിക, അങ്ങനെ തന്നെ പറയണമല്ലോ, ഇന്ത്യയുടെ നായിക ഹർമൻ പ്രീത് കൗർ ആയിരുന്നു, അല്ലെങ്കിൽ ആയിരുന്നു എന്നല്ല, ആണ്. ഈ മത്സരം നടക്കുമ്പോൾ, ഈ മത്സരം ഇന്ത്യ വിജയിക്കുമ്പോൾ, ആ വിജയം എനിക്ക് ലൈവായിട്ട് TV-യിലൂടെ കാണാൻ പറ്റി. ഞാൻ കളി കണ്ടത് ജിയോയുടെ സ്പോർട്സ് ചാനലായ സ്പോർട്സ് 18-ൽ നിന്ന് നമ്മുടെ പ്രസാർ ഭാരതി ദൂരദർശനിലെ സ്പോർട്സ് ചാനൽ DD സ്പോർട്സ് മേടിച്ചപ്പോഴുമാണ്. അപ്പോൾ എനിക്ക് ഇന്ത്യയുടെ 8 വിക്കറ്റ് വിജയത്തിനേക്കാട്ടിലും അപ്പുറം ഒരു വലിയ സന്തോഷം ആ ദൃശ്യത്തിൽ കാണാൻ പറ്റിയത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമും ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് ടീമും എന്ത് സ്നേഹമായിട്ടാണ് അവർ 4 ദിവസം ആ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞുപോയ ഓരോ നിമിഷവും അവർ മുന്നോട്ട് വെച്ചത് എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു രണ്ട് ടീമും തമ്മിൽ മത്സരിക്കുമ്പോൾ മാത്രമേ അവർ തമ്മിൽ മത്സരമുള്ളൂ. അതുപോലെ എല്ലാം വളരെ സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ കണ്ണ് നിറഞ്ഞു പോയ, അല്ലെങ്കിൽ എനിക്ക് ശരിക്കും കരഞ്ഞിൽ വന്ന ഒരു നിമിഷം, ഇന്ത്യൻ നായിക ഹർമൻ പ്രീത് കൗർ പ്രസന്റേഷൻ മേടിച്ചു, അത് കപ്പ് മേടിച്ചു. അത് ആകപ്പാടെ ഒരു ടെസ്റ്റ് മത്സരം ഉള്ളായിരുന്നു അതിനകത്ത്. അപ്പം ആ മത്സരത്തിൽ നായിക കപ്പ് വാങ്ങുന്നു. അപ്പോൾ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് നായിക അവരുടെ ക്യാമറയിൽ ആ ദൃശ്യം ഒരു തെല്ലും അസൂയയില്ലാതെ പകർത്തിയെടുക്കുന്ന, വളരെ അവർക്ക് നിന്നും സൂക്ഷിച്ചു വെക്കാൻ പകർത്തിയെടുക്കുന്ന ഒരു വല്ലാത്തൊരു നല്ല കാഴ്ച. ഇങ്ങനെ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും നല്ലൊരു കാഴ്ച. അത് പകർത്തിയെടുത്ത് അവർ സൂക്ഷിച്ചു വെക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണാൻ പറ്റി. ഇത് ഞാൻ പറയാൻ കാര്യം, ഈ സാധാരണ ഓസ്ട്രേലിയൻ ടീം ഇവിടെ പുരുഷന്മാർ മത്സരിക്കാൻ വരുമ്പം വംശീയമായി അധിക്ഷേപിച്ചെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് വേൾഡ് കപ്പിൻ്റെ ഇടയ്ക്കൊക്കെ, പണ്ടത്തെ കാലത്ത്. പക്ഷെ വനിതാ ടീമിന് അതൊന്നും ബാധകമല്ല. അവർ നല്ല സൗഹൃദത്തിൽ ആ കാഴ്ച വരെ അവർ പകർത്തിയെടുത്ത് സൂക്ഷിക്കാനുള്ള മനസ്സ് കാണിച്ചു, ഒത്തൊരുമയോടെ മത്സരം തീർത്തു എന്നുള്ള
ഏറ്റവും വലിയ കാഴ്ച എനിക്ക് കാണാനും. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നമ്മുടെ ഈ ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ നിരവധി രാജ്യങ്ങളിലെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ മറ്റു രാജ്യത്തിലെ ആൾക്കാരും മരിച്ചു വീഴുന്നുണ്ട്. അപ്പോൾ അത്രയും വൈരാഗ്യ ബുദ്ധിയോടെ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇത് ചെറിയ നല്ല കാഴ്ചയാണെങ്കിലും അത് കണ്ടപ്പോൾ വളരെ സന്തോഷം വന്നു. അപ്പോൾ 8 വിക്കറ്റിനും ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ പരാജയപ്പെടുത്തി. ഇത് ആദ്യം വനിതാ ക്രിക്കറ്റ് ടീം എന്ന് ഞാൻ പറയാനുള്ളത്, എനിക്ക് വനിതാ ക്രിക്കറ്റ് ടീമാണെങ്കിലും ആണുങ്ങളെ ക്രിക്കറ്റ് ടീമാണെങ്കിലും ആ മത്സരത്തിനെ ഞാൻ ഒരുപോലെയാണ് കാണുന്നത്. നമ്മൾ പക്ഷാബന്ധം കാണിക്കാൻ പാടില്ല. അതിനൊരു നല്ല മാതൃക നമ്മുടെ BCCIയുടെ ഈയിടെ ചെയ്തു. അത് പുരുഷ ക്രിക്കറ്റ് ടീമിന് കിട്ടുന്ന തുല്യ വേതനം, തുല്യ ശമ്പളം വനിതാ ക്രിക്കറ്റ് ടീമിനും കൊടുക്കാൻ BCCI തീരുമാനിച്ചത് അത് വലിയൊരു കാര്യമാണ്. വലിയൊരു സമത്വ ഭാവനയാണ് ഇവിടെ കാണുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചില നന്മകൾ ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളത് വീണ്ടും കാണാൻ പറ്റുന്നതും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതും എനിക്ക് വളരെ സന്തോഷമാണ്. അടുത്ത ടെസ്റ്റ് ക്രിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുന്നു. അടുത്ത ടെസ്റ്റ് ക്രിക്കറ്റ് നാളെ, അതായത് ഡിസംബർ 12-ാം മാസം 26-ാം തീയതി രാവിലെ ഇന്ത്യൻ സമയം രാവിലെ 5:30 ഓസ്ട്രേലിയയും പാകിസ്ഥാനും തമ്മിലാണ്. രണ്ടാമത്തെ മത്സരം വളരെ നാളായി ഞാൻ കാത്തിരിക്കുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരം ഉച്ചയ്ക്ക് 1:30 അതേ ദിവസം ഇന്ത്യൻ സമയം നടക്കുന്നു എന്നുള്ള ആ 2 മത്സരം കാണാനും ഞാൻ കാത്തിരിക്കുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എൻ്റെ ഈ ചാനലിൽ തുടർന്നും കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും. താല്പര്യമുള്ളത് കയറി നോക്കുക. നെജു ഭാരതം വാട്സപ്പ് 9447843740. നെജു ഭാരതം യൂട്യൂബ് NEJU നെജു BHARATHAM ഭാരതം.